സത്യത്തെ പരിപാലിച്ച് മുന്നോട്ട് ജീവിക്കുവാനുള്ള ഒരു പ്രയത്നം ഓരോ ആത്മാവിലും അതൊരു പരിശീലനമായി ലഭിക്കുന്നതിനാണ് നിരന്തരമായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നത്. ഇപ്പോൾ 12 വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നു, അതിൻ്റെ കൃത്യമായ ആ നിയമം അനുസരിച്ച് അത് പരിപൂർത്തീകരിക്കുമ്പോൾ നിങ്ങളിലൊരു പ്രത്യേക ശക്തി വൈഭവം ഉണ്ടാവുകയാണ്. ആരെങ്കിലും ദ്രോഹിക്കാനുള്ള ശക്തിയല്ല, എന്തെങ്കിലും കഠിനാധ്വാനം ചെയ്യാനുള്ള ശക്തിയല്ല, ആത്മവീര്യമുണ്ടാവുകയാണ്. എന്തിനു വേണ്ടി? ആത്മപ്രകാശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മലോക മധ്യത്തിൽ അജ്ഞാനത്തോട് എതിർത്ത് യുദ്ധം ചെയ്യുന്നതിനായിട്ടുള്ള ആ ശക്തി നിങ്ങളിലേക്ക് വർദ്ധിക്കും. അതെന്തിനാ അങ്ങനൊരു യുദ്ധം? അല്ലാതെ ഇവിടെ നിന്ന് കടന്നു പോകാൻ പറ്റുകയില്ല. നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിച്ച് നിഷ്കളങ്കാഭയെ ആത്മാവിൽ കണ്ട് അജ്ഞാനത്തോട് എതിർത്ത് അധർമ്മത്തോട് എതിർത്ത് ലോകരംഗത്ത് ജീവിതം ചെയ്യുന്നവർക്ക് മാത്രമേ നിഷ്കളങ്ക സ്വരൂപനാകുന്ന ജഗദീശ്വരനോട് ചേർന്ന് നിത്യാനന്ദ രാജ്യത്തിൽ വസിക്കുവാൻ കഴിയുകയുള്ളൂ.